Today's session is gradient, divergent and curl. Gradient, divergent, curl എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഗ്രേഡിയൻറ്റ്, ഡൈവർജൻറ്റ്, കേൾ. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ അറിയണം. നമുക്ക് 4, 3 രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ ആഡ് ചെയ്യുക എന്ന് പറയുന്നതിന് നമ്മൾ ഈ മാത്തമെറ്റിക്കലി യൂസ് ചെയ്യുന്ന ഒരു സിമ്പലുണ്ട്, പ്ലസ് സിമ്പൽ. അപ്പോൾ 4നും 3ക്കും ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് 4 + 3 ദാറ്റ് ഈസ് ദ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആഡിങ് 4 ആൻഡ് 3. 4ഉം 3യും ആഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷനാണ് 4 + 3. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ =7 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ പ്ലസ് സിമ്പലാണ് അവിടുത്തെ ഓപ്പറേറ്റർ. പ്ലസ് സിമ്പൽ കൊണ്ട് 4നെയും 3യെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് 7. അപ്പോൾ അതേപോലെ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ഗ്രേഡിയൻറ്റ്, ഡൈവർജൻറ്റ്, കേൾ. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എന്താണ് ആ ഓപ്പറേറ്റർ എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഓപ്പറേറ്റർ, ഈ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേര് ഡെൽ എന്നാണ്. ഈ ട്രയാങ്കിൾ സിമ്പലിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, ഡെൽ ഓപ്പറേറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഈ ഡെൽ ഓപ്പറേറ്ററിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്: I × ∂/∂x + J × ∂/∂y + K × ∂/∂z. അപ്പോൾ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. ∂/∂x, ∂/∂y, ∂/∂z. പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ദിസ് x, y ആൻഡ് z ക്വാണ്ടിറ്റീസ് ആർ വേരിയിങ്. ഇത് മൂന്നും വേരി ചെയ്തുകൊണ്ടിരിക്കുക. വേർ I, J, K ഇത് മൂന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷനെയാണ്. ഇവിടെ നമ്മൾ ഫങ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ആക്സിസിലെ വേരിയേഷൻ നമുക്ക് കിട്ടും, ∂/∂x ഓഫ് ദാറ്റ് ഫങ്ഷൻ. അപ്പോൾ എക്സ് ആക്സിസിലെ മാഗ്നിറ്റ്യൂഡ്, വൈ ആക്സിസിലെ മാഗ്നിറ്റ്യൂഡ്, ഇസഡ് ആക്സിസിലെ മാഗ്നിറ്റ്യൂഡ്, ഇത് മൂന്നുമാണ് നമുക്കിവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഈ ഡെൽ ഓപ്പറേറ്റർ കൊണ്ട് നമ്മളൊരു ഫങ്ഷനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദ വേരിയേഷൻ ഓഫ് ദാറ്റ് ഫങ്ഷൻ അലോങ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വേരിയേഷൻ ആൻഡ് I, J, K റെപ്രസെൻറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ കൊണ്ട് നമ്മളൊരു ഫങ്ഷനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഡെൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സിൻ്റെ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും ഇസഡ് ആക്സിസിൻ്റെയും വേരിയേഷൻ നോക്കുന്നു, അവിടുത്തെ ഡയറക്ഷന് നമുക്ക് കിട്ടുന്നു. അതാണ് ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ ബട്ട് എ വെക്റ്റർ ഓപ്പറേറ്റർ. എന്താണ് ഡിഫറൻസ്? വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഇതൊരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. വെക്റ്റർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4, 3 അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്ലസ് സിമ്പൽ കൊടുക്കുന്നു. അപ്പോൾ ആ പ്ലസ് സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സിമ്പൽ ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് 4 ആൻഡ് 3. അതേപോലെ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഈ ടേം ഇതൊരിക്കലും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഇത് നമ്മുടെ അഡിഷൻ പോലെ സബ്ട്രാക്ഷൻ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡെൽ. ഈ ഡെൽ ഓപ്പറേറ്ററിനെ നമുക്ക് സ്കെയിലാർ ഫങ്ഷനിൽ യൂസ് ചെയ്യാം, വെക്റ്റർ ഫങ്ഷനിലും യൂസ് ചെയ്യാം. അപ്പോൾ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺ എ സ്കെയിലാർ ഫങ്ഷൻ നമ്മൾ ഡെൽ കൊണ്ട് എഫ് എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തു, ഡെൽ എഫ്, ദാറ്റ് ഈസ് കാൾഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററായ ഡെൽ കൊണ്ട് എഫ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട് എയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഡെൽ ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ആ എക്സ്പാൻഷൻ എഴുതുന്നു, ഡെല്ലിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നു, എ ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി വെക്റ്റർ ഫംഗ്ഷനിൽ നമ്മൾ ഡെൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും 2 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡോട്ട് പ്രോഡക്റ്റും ഉണ്ട്, ക്രോസ് പ്രോഡക്റ്റും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ്. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് വി ആർ ടേക്കിംഗ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എഫ് വിത്ത് ഡെൽ, ദറ്റ് ഈസ് കാൾഡ് ഡൈവർജൻസ്. ഇതിനെയാണ് നമ്മൾ ഡൈവർജൻസ് എന്ന് പറയുന്നത്. ഓൺ എ വെക്റ്റർ ഫംഗ്ഷൻ എഫ് ഡെൽ ക്രോസ് എഫ് ആണെങ്കിൽ കേൾ.
അപ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഒറ്റ രീതിയിലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ദാറ്റ് ഈസ് ഡെൽ എഫ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡെൽ ഡോട്ട് എഫ് ആൻഡ് ഡെൽ ക്രോസ് എഫ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഡൈവർജൻസ്, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് കേൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ്, ഡൈവർജൻറ്റ്, കേൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ, ഡൈവർജൻസും കേളും യൂസ് ചെയ്യുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇഫ് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്ഷൻ അല്ല. ഫൈയുടെ എക്സ് ആക്സിസിലെ പൊസിഷൻ ചേഞ്ച്, വൈ ആക്സിസിലെ പൊസിഷൻ ചേഞ്ച്, ഇസഡ് ആക്സിസിലെ പൊസിഷൻ ചേഞ്ച്, അത് മാത്രമേ മീനിങ് ഉള്ളൂ. ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആൻഡ് ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ ഈസ് ഡിഫൈൻഡ് as. ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ നമ്മൾ മാത്തമെറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രേഡ് ഫൈ. ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫൈ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഡെൽ ഈസ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. സോ ഡെൽ ഫൈ, ഡെല്ലിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഫൈ. അപ്പോൾ ആ ഫൈ എന്ന് പറയുന്ന ടേം നമ്മൾ ഓരോന്നിനും അകത്തേക്ക് എഴുതി, അപ്പോഴാണ് നമുക്കിങ്ങനെ ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഡെൽ ഫൈ എന്ന് പറയുന്നത് സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? ഇവിടെ ഐ ജെ കെ എന്ന് പറയുന്ന ടേം വന്നിട്ടുണ്ട്, ഐ ജെ കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വെക്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രേഡിയൻ്റ് എടുക്കണം. ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന സ്കെയിലാർ ഫംഗ്ഷൻ്റെ ഡയറക്ഷൻ കിട്ടി, ഐ ജെ കെ. ഐ ജെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ 5 യൂണിറ്റ്സ് പൊസിഷൻ ചേഞ്ച് വന്നു. ഇനി എക്സ് ആക്സിസിൽ തന്നെ ഇത് ഫോർവേഡ് ഡയറക്ഷനാണോ ബാക്ക്വേർഡ് ഡയറക്ഷനാണോ? നമുക്ക് സിമ്പിളായിട്ട് ആക്സിസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഫോർവേഡ് ഡയറക്ഷനാണോ ബാക്ക്വേർഡ് ഡയറക്ഷനാണോ, ആ ഡയറക്ഷൻ കൂടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഗ്രേഡിയൻറ്റിൻ്റെ മീനിങ്. അപ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുക. അപ്പോൾ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ വെക്റ്റർ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജെ കെ റെപ്രസെൻറ്റ് ഡയറക്ഷൻസ്. ഡോ ഫൈ ബൈ ഡോ എക്സ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ടേം? വേരിയേഷൻ ഓഫ് ഫൈ എലോങ് ദ എക്സ് ഡയറക്ഷൻ, വേരിയേഷൻ ഓഫ് ഫൈ എലോങ് ദ വൈ ഡയറക്ഷൻ, വേരിയേഷൻ ഓഫ് ഫൈ എലോങ് ദ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ വെക്റ്റർ ഫംഗ്ഷൻ്റെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ആക്സിസിലുള്ള വേരിയേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ഡയറക്ഷനും ഐ ജെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റെപ്രസെൻറ്റ് ദ യൂണിറ്റ് വെക്റ്റർ അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഐ ജെ കെ എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആക്സിസിലെ ഡയറക്ഷനും നമുക്ക് കിട്ടി. അപ്പോൾ ഫൈ എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമ്മളിവിടെ വെക്റ്ററായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സിലെ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, അതൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റൂമിനകത്തൊരു എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എ സി റൂമിനെ മുഴുവൻ കൂൾ ചെയ്യും. ആ എ സിയോട് അടുത്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അവിടുന്ന് ദൂരേക്ക് പോകുന്തോറും കൂളിംഗ് റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ അവിടെ നമ്മൾ ആ എ സിയുടെ കൂളിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു പൊസിഷനാണ് പറയുന്നത്, ഓരോ പോയിന്റിലെയും കൂളിംഗ് ആണ് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ പറയുന്നു, ഓരോ പ്ലേസിലെയും ടെമ്പറേച്ചറാണ് നമ്മൾ പറയുക. ട്രിവാൻഡ്രത്തെ ടെമ്പറേച്ചർ, കോഴിക്കോട്, കൊച്ചി, അങ്ങനെ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ പറയുമ്പോഴും നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്റ്റ് ടു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു പൊസിഷൻ ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്റ്റ് ടു പൊസിഷൻ. അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ വേരിയേഷൻ ഓഫ് എ ക്വാണ്ടിറ്റി, റേറ്റ് ഓഫ് increase or rate of decrease of a quantity with respect to position. അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്
ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പാണ്. ഏറ്റവും ആഴത്തിലേക്ക് വരുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ഈ ഗ്രേഡിയൻ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്കെയിലർ ക്വാണ്ടിറ്റിയുടെയും ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ഇൻ ദ സെൻസ് rate of change of that quantity or that quantity is varying with respect to position. അതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡൈവർജൻസ്. ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഫ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ഡൈവർജൻസ് മീൻസ് ഡെൽ ഡോട്ട് എഫ്. ഡോട്ട് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം, ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ്. എഫ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ ഓഫ് എഫ് എക്സ് പ്ലസ് ജെ ഓഫ് എഫ് വൈ പ്ലസ് കെ ഓഫ് എഫ് ഇസെഡ്. അപ്പോൾ എഫ് എക്സ് എഫ് വൈ എഫ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ എക്സ് ആക്സിസിലെ ചേഞ്ച്, വൈ ആക്സിസിലെ ചേഞ്ച്, ഇസെഡ് ആക്സിസിലെ ചേഞ്ച്, അതാണ് എഫ് എക്സ് എഫ് വൈ എഫ് ഇസെഡ്. ഐ ജെ കെ എന്ന് പറയുന്നത് ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ I dot I is equal to 1, J dot J is equal to 1, K dot K is equal to 1. ബാക്കി എല്ലാ ഡോട്ട് പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഡോട്ട് ഐ ഡോട്ട് ജെ, ഐ ഡോട്ട് കെ, ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0, ഐ ഡോട്ട് കെ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വരുന്നത് ഐ ഡോട്ട് ഐയുടെ ടേം വരും, ജെ ഡോട്ട് ജെയുടെ ടേം വരും, കെ ഡോട്ട് കെയുടെ ടേം വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 1. സോ ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ഇസെഡ് ബൈ ഡോ ഇസെഡ്. സോ ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. കാര്യം ഇവിടെ ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ ഓഫ് എഫ് എക്സ് അലോങ് എക്സ് ഡയറക്ഷൻ. പക്ഷേ ഇവിടെ ഐ ജെ കെ എന്ന് പറയുന്ന വെക്റ്റർ ഡയറക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ദിസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡൈവർജൻസ് എടുക്കണം. അത് സിമ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ദെൻ physical significance of divergence, the net rate of flow of the fluid per unit volume per unit time, that is called divergence. അപ്പോൾ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഡൈവർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ദാറ്റ് ക്വാണ്ടിറ്റി, ദാറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് ഫ്ലോയിങ്, റേറ്റ് ഓഫ് ഫ്ലോ, അതിനെയാണ് നമ്മൾ കാണിക്കുന്നത് ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ എത്ര ഫ്ലോ ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഫ്ലോ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലോ ചെയ്തു. ദറ്റ് ഈസ് കാൾഡ് ഡൈവർജൻസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഇനി ഈ ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോയെ തന്നെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ചില കേസസിൽ ഡൈവർജൻസ് പോസിറ്റീവ് ആകും, ചില കേസസിൽ ഡൈവർജൻസ് നെഗറ്റീവ് ആകും, ചില കേസസിൽ ഡൈവർജൻസ് 0 ആകും. ആ എക്സാമ്പിളാണ് നമ്മളിവിടെ ഈ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആരോ മാർക്ക് നോക്കുക. ഇതൊരു ഫീൽഡാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ആരോ മാർക്കുകളെല്ലാം തന്നെ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോ എടുക്കുമ്പോൾ ഒരു ബോഡിയിലേക്ക് കുറച്ച് ഫീൽഡ് ലൈൻസ്, ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബോഡിയിലേക്ക് എൻട്രി ചെയ്തത് ഇപ്പോൾ ഒരു 10 നമ്പർ ഓഫ് ലൈൻസ് ആണ്. പക്ഷേ അവിടെ നിന്ന് എമർജ് ചെയ്യുന്നത് ഒരു 20 നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലോ കുറവും ഔട്ട് ഫ്ലോ കൂടുതലുമാണ്. അപ്പോൾ ഔട്ട് ഫ്ലോയെ കാണിക്കുന്നതിനാണ് നമ്മൾ ഈ ഔട്ടർ ഡയറക്ഷനിലേക്ക് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഫ്ലോ കൂടുതലാണെങ്കിൽ ദറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് ഡൈവർജൻസ്. ഇനി നെഗറ്റീവ് ഡൈവർജൻസിൻ്റെ കേസാണെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്നതിൽ ഒരു 20 നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഒരു ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്തു.
10 നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസേ പുറത്തേക്ക് വന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോ ഈസ് ഗ്രേറ്റർ ബട്ട് ഔട്ട് ഫ്ലോ ഈസ് ലെസ്. ആ കേസിലാണ് നമ്മൾ നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, അകത്തേക്ക് വരുന്നത് എല്ലാ ഫീൽഡ് ലൈൻസും അകത്തേക്കാണ് വരുന്നത്, ഒന്ന് മാത്രമേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ. സോ ഇൻഫ്ലോ ഈസ് ഗ്രേറ്റർ, ഔട്ട് ഫ്ലോ ഈസ് ലെസ്. ആ സമയത്താണ് നമ്മൾ നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുക. ഇനി സീറോ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫീൽഡ് ലൈൻസ് ഒരു ബോഡിയുടെ അകത്തേക്ക് എൻറ്റർ ചെയ്തോ അത്രയും ഫീൽഡ് ലൈൻസ് ആ ബോഡിയുടെ അകത്ത് നിന്ന് ലീവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ സീറോ ഡൈവർജൻസ്. അപ്പോൾ ഡൈവർജൻസ് എന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ദാറ്റ് വെക്റ്റർ ഫംഗ്ഷൻ ഈസ് ഫ്ലോയിങ് ഫ്രം വൺ point to another point. If the inflow is greater, divergence is negative. If the outflow is greater, divergence is positive. If inflow is equal to outflow, divergence is zero. അതാണ് ഡൈവർജൻസിൻ്റെ മീനിങ്. Then go to curl. അപ്പോൾ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ഡെൽ ക്രോസ് എഫ് ആണ്. ഡെൽ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കിങ്ങനെ മെട്രിക്സ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യാം. ഐ ജെ കെ ഡയറക്ഷൻ, ദെൻ ഡെല്ലിൻ്റെ വാല്യൂ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്, എഫിൻ്റെ വാല്യൂ എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസെഡ്. അപ്പം നമ്മളിതിനെ മെട്രിക്സിൻ്റെ എഴുതുമ്പോൾ ഐ ഇൻറ്റു ഡോ എഫ് എക്സ് ബൈ, ഇങ്ങനെ നമ്മൾ ഇതേപോലെ എടുത്ത് ഐ ഇൻറ്റു ഡോ എഫ് എക്സ് ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ഇസെഡ് ബൈ ഡോ ഇസെഡ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ഇസെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് എക്സ് ബൈ ഡോ ഇസെഡ്, ദെൻ കെ ഇൻറ്റു പ്ലസ് കെ ഇൻറ്റു ഡോ എഫ് ഇസെഡ് ബൈ ഡോ എക്സ്, ഡോ എഫ് ഇസെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് എക്സ് ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കേൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ഫങ്ഷൻ. അപ്പോൾ നമ്മളൊരു വെക്റ്റർ ഫങ്ഷൻ്റെ ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ഡെല്ലിനെയാണ് നമ്മൾ കേൾ എന്ന് പറയുന്നത്. ഇനി കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വെക്റ്റർ കാൽക്കുലസ് കേൾ ഈസ് എ വെക്റ്റർ ഓപ്പറേറ്റർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ഓഫ് എ 3-dimensional വെക്റ്റർ ഫീൽഡ്. അപ്പം നമ്മൾ കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലോ ചെയ്ത് പോകുന്നു, അപ്പോൾ ചില കേസസിൽ വരുമ്പോൾ ചില റീജിയൻസ് വരുമ്പോൾ ഈ ഫീൽഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിനെയാണ്, ആ റീജിയനെയാണ് നമ്മൾ കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കേൾ എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ് റൊട്ടേഷൻ ഓഫ് ദാറ്റ് വെക്റ്റർ ഫംഗ്ഷൻ. At every point in that field, the curl of that point is represented by a vector. The attributes of this vector, length and direction, characterize the rotation at that point. Length ഉം ഡയറക്ഷനുമാണ് നമ്മൾ ഈ റൊട്ടേഷനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. The direction of curl is the axis of rotation as determined by the right hand rule, and the magnitude of the curl is the magnitude of that rotation. അപ്പോൾ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫീൽഡ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ കേൾ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കേൾ. താങ്ക് യു.